വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അംബിക പാലക്കൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ്. എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുന്നത് കാട്ടിത്തരും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വീട്ടിലെ. അപ്പോൾ ഇതെൻ്റെ ചെടിയാണ്, എൻ്റെ മാം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇടയ്ക്ക് എൻ്റെ അമ്മ ഇതിനെ കൊഞ്ചിക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉറങ്ങുമ്പോൾ വരെ ഇതിനെ കെട്ടി പിടിച്ചിട്ടാണ് ഉറങ്ങാറ്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം, കാരണം നല്ല ലാഗ് ആക്കണ്ട. ആദ്യം തന്നെ ഞാൻ അപ്രതീക്ഷിതമായി വാങ്ങിയ എൻ്റെ ബാഗ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്രാവശ്യം ബാഗ് വേണ്ടെന്നാണ് വിചാരിച്ചത്. എൻ്റെ ആദ്യത്തെ ബാഗിന് വല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് അമ്മയും മാമിയും കൂടി പോയപ്പം എനിക്കും നന്ദുട്ടിക്കും ഒരുപോലത്തെ ബാഗ് വാങ്ങി. നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ്. സെയിം ബാഗാണ് നന്ദുട്ടിക്കും, കളർ ചേഞ്ച് അങ്ങനെ ഒന്നുമില്ല. കിടിലൻ ബാഗാണെങ്കിൽ കൂടി ക്യൂട്ട് ആയിട്ടുള്ള പൗച്ച് വരുന്നുണ്ട്, പോക്കറ്റ് മണീസ് ഒക്കെ ഇട്ടേക്കാം. പിന്നെ ഒരു ഇത് വരുന്നുണ്ട്, പിന്നെ ഇവിടെ സിപ്സ്, അത്യാവശ്യത്തിന് നല്ല സ്പേസുള്ള ബാഗാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഫസ്റ്റ് ഐറ്റം. പലതും പല സ്ഥലത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ. കുറേയൊക്കെ നെസ്റ്റ് നിന്ന് വാങ്ങിയിട്ടുണ്ട്, കുറേയൊക്കെ ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുറേയൊക്കെ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ആദ്യം തന്നെ ബാഗ്. സെക്കൻഡ് വൺ മൈ ബോട്ടിൽ. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ്, സിപ്പിംഗ് അല്ലാത്ത നോർമൽ ബോട്ടിലാണ്. ഓക്കെ, ഇതുണ്ട്. തേർഡ് വൺ ഞാൻ ഫുട്വെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ റെയിനി സീസൺ ആയതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വേറെ ഫുട്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ളൊരു ഫുട്വെയർ ആണ്. എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല ഫുട്വെയറിനോട്, അതുകൊണ്ട് ആ ഫുട്വെയർ. പിന്നെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി ബുക്കൊക്കെ ഇതിലാണ് ചട്ടിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഞാനാണ് എൻ്റെ നോട്ട്ബുക്സ് ഒക്കെ ചട്ടിട്ടത്. എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇടാൻ അച്ഛൻ കൂടി, അല്ലാതെ ഇതിടാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇട്ടത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഞാനും അമ്മയും അച്ഛനും ഏട്ടനും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് ഉണ്ടാകുക ഫാമിലിയായിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ബുക്ക് ഒറ്റയ്ക്ക് ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാട്ടിക്കഴിഞ്ഞാൽ ലാഗ് ഔട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് മാത്രം കാട്ടിയത്. പിന്നെ ഇതാണ് നമ്മുടെ ബുക്ക് കവറിൻ്റെ കളർ വരുന്നത്. പിന്നെ ഞാൻ എന്ത് കാട്ടും, കവായ് സ്റ്റിക്കേഴ്സ് കാട്ടാം. ഇപ്രാവശ്യം എൻ്റെ ഗൗഡായിട്ട് എനിക്ക് വാങ്ങി തന്നതാണ് കവായ് സ്റ്റിക്കേഴ്സ്. ഞാൻ എന്നിങ്ങനെ പറയിട്ട് ജേണലൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഏട്ടൻ വാങ്ങി തന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോ എടുക്കുന്നത് എന്നത്തെയും പോലെ എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഫയല്, ഈ ഫയൽ വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും കൂടിയിട്ടാണ് പോയത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറാണ്, പിങ്ക് പർപ്പിൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ. അപ്പം അതുപോലത്തെ ഒരു പിങ്ക് ആയിട്ടുള്ള നല്ല അത്യാവശ്യത്തിന് സ്പേസ് ഉള്ളൊരു കിട്ടിയ ഫയല് ഇവർ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട്. താങ്ക് യു കേട്ടോ, അല്ലാതെ താങ്ക് യു, ഞാൻ ഇവരാണ് വാങ്ങി തരുന്നത്. അപ്പോൾ ഫയലാണ് ഇവരിൽ ഞാനില്ല. പിന്നെ റെയിൻകോട്ടാണ്, കാരണം ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ലൈൻ ബസ്സിലാണ് പോകുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് ശാന്തി വരെ സൈക്കിളിൽ, അപ്പോൾ അതുകൊണ്ട് റെയിൻകോട്ട് വേണം. പിന്നെ അമ്മയ്ക്കും വാങ്ങി, അമ്മയ്ക്ക് നെസ്റ്റോന്നാണ് വാങ്ങിയത്, കാരണം അമ്മ ഇപ്രാവശ്യം ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കും എനിക്കും വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു പാൻറ് ഷർട്ടായിട്ടുള്ളൊരു റെയിൻകോട്ടാണ്, നമ്മുടെ നോർമലായിട്ടുള്ളൊരു റെയിൻകോട്ടാണ്. നമ്മുടെ ഇടിവെട്ട് കളറാണ്, എൻ്റെ പേസ്റ്റൽ ഷെയ്ഡാണ്. അപ്പോൾ റെയിൻകോട്ട് ഉണ്ട്. പിന്നെ അംബ്രല്ല, കുട മസ്റ്റാണ് കേട്ടോ. കുട റെയിൻകോട്ട് ഇല്ലെങ്കിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിൻ്റർവെല്ലിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല മഴയാകുമ്പോൾ നമുക്ക് കുട മസ്റ്റാണ്. അപ്പോൾ കുട വാങ്ങിയിട്ടുണ്ട് പുതിയത്. പിന്നെ കിറ്റ്, കാരണം കിറ്റ് ബാഗിനുള്ളിൽ ഒതുങ്ങുന്ന ആ ടൈപ്പ് കിറ്റാണ് വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹീറ്റ് ഇതാവുന്നുണ്ട്, അപ്പോൾ ചൂടിലൊക്കെ വെക്കാം. നമുക്ക് അങ്ങനെ ചൂടൊന്നും പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് എൻ്റെ കിറ്റ്? ഇത് നെസ്റ്റോ എന്നാണ് വാങ്ങിയത് കേട്ടോ, പലതും നെസ്റ്റോ എന്നാണ്, അങ്ങനെ കുറേ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. എങ്ങനെയുണ്ട് രസം? ഇത് അമ്മയുടെ സെലക്ഷനാണ്, അമ്മയുടെയും അച്ഛനെയും. പിന്നെ ഇതെൻ്റെ രാജച്ചൻ എനിക്ക് വാങ്ങി തന്നതാണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ സ്കൂളൊക്കെ തുറക്കല്ലേ പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങി തന്നതാണ്. എങ്ങനെയുണ്ട്? ഡ്രീം സ്പേസ് തന്നിട്ടുള്ള ഒരു സ്റ്റേഷനറി സെറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം താങ്ക് യു ചാച്ചാ. പിന്നെ ഞാൻ എന്താ കാട്ടുക, പെൻസൊക്കെ ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം അധികം പെൻസൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ ഒരുപാട് പെൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പെൻസ് ഇതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത്. ഞാൻ ഇപ്രാവശ്യം പാൻ കൊണ്ടാണ് എഴുതുന്നത്, 5ാം ക്ലാസ് തൊട്ടിട്ട് പാൻ കൊണ്ടാണ് എഴുതുന്നത്, അതുകൊണ്ട് പെൻസിൻ്റെ ആവശ്യം വരാനില്ല. അപ്പോൾ പാൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പെൻസാണ് വാങ്ങാൻ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെന്താ സ്കെയിൽ നോർമലായിട്ടുള്ള കാമിൻ്റെയും നടരാജയുടെയും സ്കെയില്. പിന്നെ ഹൈലൈറ്റർ ഒന്നുള്ള, പിന്നെ പെൻസിലിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ടാണ് ഞാനൊരു പെൻസിൽ വാങ്ങിയത്.
ഇറേസർ അത്യാവശ്യത്തിന് അധികം ഉണ്ട്. എനിക്ക് ഇറേസർ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് കുറേ ഇറേസർ വാങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇങ്ങനത്തെ സ്പിന്നിങ് ഇറേസറാണ്, പർപ്പിൾ ഷെയ്ഡാണ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് മസ്റ്റ് ആണ്, ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റിക്കി നോട്ട്സ് മസ്റ്റ്. പിന്നെ ഇറേസറും അതുപോലെ തന്നെ ഷാർപ്നറും വരുന്ന ടൈപ്പ് ഒരു ഷാർപ്നർ ഇറേസറിൻ്റെ ഒരു ഇതാണ്. പിന്നെ ചോക്ലേറ്റ് ഇറേസർ, പിന്നെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചൈനയിലത്തെ ഇറേസറാണ്, ചൈന ടൈപ്പ് ഇറേസറാണ് നമ്മുടെ ജപ്പാനിലെ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള എസ്തെറ്റിക് അതുണ്ട്. പിന്നെ ചോക്ലേറ്റ്, പിന്നെ സ്റ്റിക്കിൾ നോർമൽ ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നോട്ട് പാഡ് നല്ല കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഒരു നെസ്റ്റോ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നെസ്റ്റോ പോയ സമയത്ത് പറഞ്ഞു ഇത് വാങ്ങിക്കോ, അത് അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ടൈപ്പാണ് പറഞ്ഞ്. ഞാൻ കൗതുകത്തിന് വാങ്ങിയതാണ്. പക്ഷേ സാധനം സൂപ്പറാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്, നന്നായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനമാണ് ഞാൻ വാങ്ങിയത് അപ്പം നെസ്റ്റോ പോയപ്പം. പിന്നെ നോർമൽ ബുക്സ് ഒന്നും ഞാൻ അധികം കാട്ടുന്നുണ്ടല്ലോ, ബുക്സ് എല്ലാവർക്കും ഇതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ബുക്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ എക്സാം പാഡ്, പക്ഷേ എക്സാം പാഡ് മസ്റ്റാണ്, എക്സാം പാഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ് ലേബിൾസ്, എന്താണ് സ്കൂൾ ലേബിൾസ് വാങ്ങിയിട്ടുണ്ട്, കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാങ്ങിയത് സ്കൂളിലൊക്കെ, നിങ്ങളുടെ സ്കൂളിൽ ഗോൾഡ് അലൗഡാണ്, ഞങ്ങളുടെ സ്കൂളിൽ അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ആക്സസറീസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ ക്ലിപ്സ് ഒക്കെയാണ്, നല്ല ഫ്ലവേഴ്സ് ടൈപ്പുള്ള ക്ലിപ്സ് ആണ്, എസ്തെറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കമ്മലുകൾ എൻ്റെ അമ്മയുടെ സെലക്ഷൻ ആട്ടോ. അമ്മയ്ക്കാണ് ഇങ്ങനത്തെ ക്യൂട്ടിനോടൊക്കെ ഇഷ്ടം, എനിക്കും അമ്മയ്ക്കും ഒരുപോലത്തെയാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മേക്കപ്പ് അലൗഡ് അല്ല, നിങ്ങളുടെ സ്കൂളിൽ അലൗഡാണ്, നിങ്ങളുടെ സ്കൂളിൽ സ്ട്രിക്റ്റ് ആണ്, അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് എന്ന് വെച്ചാൽ ലിപ് ബാം, ചുണ്ട് പെട്ടെന്ന് പൊട്ടുന്ന ഡ്രൈ ലിപ്പാണ്, അതുകൊണ്ട് ലിപ് ബാം, പൗഡർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ഇത് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, കാരണം ഞാനൊരു പുതിയ വർഷം തുടങ്ങാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇട്ട്, നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ പുതിയ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ പുതിയ ടീച്ചറിനെയും ഒക്കെ എല്ലാവരും കാണാനുള്ള എക്സൈറ്റഡ് ആവും. അപ്പം നാളെയാണല്ലോ നമുക്ക് സ്കൂൾ തുറക്കുന്നത്. അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്കും ഒക്കെ വേണ്ടി നിങ്ങളൊന്ന് ബ്ലെസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ, സീ യു.